The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello children, welcome back to EVS class. എല്ലാവരും ന്യൂ ചാപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? ഹാവ് യു സ്റ്റഡീഡ് ദ 3 ചാപ്റ്റേഴ്സ്? ഇതിനു മുമ്പ് നമ്മൾ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതിലെ ക്വസ്റ്റ്യൻസും സ്പെല്ലിങ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ന്യൂ വേർഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞോ? യെസ്, വെരി ഗുഡ്. സോ ലെറ്റ് us start new chapter, that is, do you know the chapter name? Yes, it is chapter 4, safety. What do you know about safety? Yes, safety is being safe. The state of being safe is called safety. അല്ലേ? നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുന്നതിനാണ് നമ്മളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ സുരക്ഷ. And it is also called the condition in which we are protected from any harm or danger. എന്തെങ്കിലും ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടുന്നതിനാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ? അത് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക, അതിനെയാണ് നമ്മൾ സേഫ് ആയിരിക്കുക എന്ന് പറയുന്നത്. സോ ചിൽഡ്രൻ, ഇൻ ദിസ് ചാപ്റ്റർ we will learn about the unsafe and safe situations or actions at home, playground, school and road, that is public places. എവിടെ പോവുകയാണെങ്കിലും നമ്മൾ എന്ത് വേണം? സേഫ് ആയിട്ട് ഇരിക്കണം അല്ലേ? സൂക്ഷിച്ച് വേണം പോകാൻ. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മയുടെ കൈ പിടിച്ചിട്ടൊക്കെ അല്ലേ പോവുക? അതെന്തിനു വേണ്ടിയാണ്? ഫോർ അവർ സേഫ്റ്റി. എത്ര ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും സേഫ് ആയിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അല്ലേ? സോ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ലേൺ അബൌട്ട് ദീസ് തിങ്സ്, ദാറ്റ് ഈസ് സേഫ് ആൻഡ് അൺസേഫ് സിറ്റുവേഷൻസ് ആൻഡ് ഓൾസോ ഹൗ ടു ആക്സസ് എമർജൻസി സർവീസസ്. So we have some emergency services for our safety and we will learn about it. Okay, now you take the page number 33 of the Little Thinker and do the activity 4.1. Hello my dear children, take the page number 33 and do the activity 4.1. And what is the activity? Observe the pictures below. Draw a cross on the pictures that show unsafe situations or actions at home. So വീട്ടിൽ ഏതൊക്കെ കുറച്ച് ആക്ഷൻസ് തന്നിട്ടുണ്ട്, കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ദീസ് ഓൾ സിറ്റുവേഷൻസ് ആർ അറ്റ് ഹോം. അപ്പോൾ വീട്ടിൽ അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ക്രോസ് ഇടണം. ഓക്കെ, വി ക്യാൻ ഓൾസോ പുട്ട് എ ടിക്ക് ഇഫ് ഇറ്റ് ഈസ് എ സേഫ് ആക്ഷൻ. ഓക്കെ, so let us begin with the first picture. What is seen in the first picture? Yes, it is kitchen അല്ലേ? വീട്ടിലെ കിച്ചൺ ആണ്. കിച്ചണിൽ എന്താ വെച്ചിട്ടുള്ളത്? ഒരു പാൻ വെച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ബേണിംഗ് അല്ലേ? ആ സ്റ്റൗ ബേൺ ചെയ്യുന്നുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. സോ ദ പാൻ ഈസ് ഹോട്ട് ബട്ട് ദ സ്മോൾ കിഡ്, ദാറ്റ് ഈസ് എ സ്മോൾ ബോയ്, ഈസ് ട്രൈങ് ടു ടേക്ക് ദ പാൻ ഫ്രം ദ സ്റ്റൗ വിച്ച് ഈസ് ബേണിംഗ് അല്ലേ? ഇപ്പോൾ പാൻ ഹോട്ടായിരിക്കുന്നുണ്ട്, അതിനെ പോയിട്ട് എടുക്കാൻ പോകുന്നു അല്ലേ? ഈസ് ഇറ്റ് സേഫ് ഓർ അൺസേഫ്? യെസ്, ഇറ്റ് ഈസ് അൺസേഫ് സിറ്റുവേഷൻ. വി ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണമായിരുന്നു? ഹീ ഷുഡ് ഹാവ് കോൾഡ് ഹിസ് മദർ ഓർ ഫാദർ അല്ലേ? വീട്ടിലെ പാരൻസിനെ വിളിക്കണമായിരുന്നു അല്ലേ ഇതെടുക്കാൻ. ആ കുട്ടി ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പാടുമോ? ഇല്ല. സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ വിച്ച് ക്യാൻ കോസ് ബേണിംഗ്. കൈ പൊള്ളാനുള്ള ഒരു സിറ്റുവേഷനാണിത്. സോ അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, സോ യു ക്യാൻ പുട്ട് എ ക്രോസ്. സോ ഇങ്ങനെ ഒരു ക്രോസ് വരയ്ക്കാം. നെക്സ്റ്റ് സെക്കൻഡ് പിക്ചർ, നല്ല ഹൈറ്റിൽ വെച്ചിട്ടുള്ളൊരു
പാനിനെ എടുക്കാൻ നോക്കുന്നുണ്ട്, ഒരു പാത്രത്തിനെ എടുക്കാൻ നോക്കുന്നുണ്ട് അല്ലേ. ഇസ് ഇറ്റ് സേഫ് ഓർ അൺസേഫ്? അത്രയ്ക്ക് എത്തുന്നൊന്നുമില്ല, അത് വലിയൊരു പാത്രമാണ്, അത് എടുക്കാൻ നോക്കുന്നുണ്ട്, അത് വെയിറ്റ് ഉണ്ടാവാം. സോ അത് എടുക്കുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ അല്ലേ. സോ വി ക്യാൻ പുട്ട് എ ക്രോസ്. നെക്സ്റ്റ് തേർഡ് പിക്ചർ, ദിസ് ബോയ് ഈസ് മേക്കിംഗ് സൂപ്പ് അല്ലേ. ഒരു ബോയ് സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് മദർ. സോ അമ്മ അടുത്തുണ്ട്, എന്നിട്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. സോ ഈസ് ഇറ്റ് സേഫ് ഓർ അൺസേഫ്? യെസ്, ഈസ് എ സേഫ് സിറ്റുവേഷൻ. നെക്സ്റ്റ്, what is seen in this fourth picture? Yes, this girl is going to cut this apple, but she is playing with the knife. മുഖത്തിൻ്റെ അടുത്തേക്കാണ് നൈഫ് കൊണ്ടുപോയിരിക്കുന്നത്. വി ഷുഡ് നോട്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജക്ട്സും അതുപോലെ തീ, ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ ഒന്നും അടുത്ത് നിങ്ങൾ പോകാനേ പാടില്ല. സോ വി ഷുഡ് നോട്ട് പ്ലേ വിത്ത് നൈഫ്, സിസേഴ്സ്, ഇതൊക്കെ നമുക്ക് അപകടം തരുന്ന സാധനങ്ങളാണ്. സോ ദിസ് ഈസ് ആൻ സേഫ് ഓർ അൺസേഫ്? യെസ്, ഇറ്റ് ഈസ് എ അൺസേഫ് സിറ്റുവേഷൻ. സോ പുട്ട് ക്രോസ്. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. 2 boys are reading a book. Is it safe or unsafe? Yes, it is safe. It is fine അല്ലേ. ബുക്ക് വായിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് ലാസ്റ്റ് പിക്ചർ നോക്കൂ. യെസ്, എ കബോർഡ് ഈസ് ദെയർ. കബോർഡിൽ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് ദിസ് ഗേൾ ഈസ് ട്രൈങ് ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ കബോർഡ്. ഏറ്റവും മുകളിലേക്കുള്ള തുണികൾ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ആൻഡ് ഷീ ഈസ് ക്ലൈംബിങ് അല്ലേ. അതിൽ ഓരോ തട്ടിലേക്ക് ഇങ്ങനെ കയറിപ്പോയിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഈസ് ഇറ്റ് സേഫ് ഓർ അൺസേഫ്? യെസ്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അൺസേഫ് സിറ്റുവേഷൻ. ഇങ്ങനെ മുകളിൽ കയറി എടുക്കാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കാം? അപ്പോൾ താഴേക്ക് വീണ് മുറി പറ്റാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. So these are the safe and unsafe situations, some of the safe and unsafe situations that can happen at home. അപ്പോൾ ഇതുപോലുള്ള വേറെയും സംഭവങ്ങൾ വീട്ടിലുണ്ടാകാം. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ആൻഡ് യു ഷുഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് പാരൻസ് വെൻ യു ആർ ഡൂയിങ് റിസ്കി ടാസ്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്തില്ലേ? ഇനി നമുക്കൊരു വീഡിയോ കണ്ടാലോ? ലെറ്റ്സ് വാച്ച് എ വീഡിയോ ഓൺ സേഫ്റ്റി അറ്റ് ഹോം. When all the grown-ups went out for a wedding and left 4 children at home with me in charge. I'm Mallika, Meghna's cousin. Where's everyone? Meghna, what are you doing? Making soup. It's not safe to play with fire. You could burn your hand. It's dangerous to play with matchsticks. Stay away from gas stoves and microwaves too. Abe, you're too young to use sharp objects like knives. You could hurt yourself. It's dangerous to play with knives. Asha, stop! That's dangerous. Touching a switch or any electrical gadget with wet hands will give you a shock. How about playing a nice quiet game? Stop!
Surya, Asha, stop that! You could get hurt. Do not slide down railings. You could slip and fall. Abhay and Meghna, you could fall and hurt yourself. Do not run or jump down the stairs. Looks like the kids behaved well today. I need a nap. I hope you have enjoyed the video and have learnt about the safety measures at home. വീട്ടിൽ എങ്ങനെയാണ് സേഫായിട്ട് ഇരിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ദാറ്റ് ഈസ് ഹൗ ടു ബി സേഫ് അറ്റ് സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. So children, take the next page, that is page number 34, activity 4.2. Observe the pictures below. Draw a cross on the pictures that show unsafe situations or actions in the playground. പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാം, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സേഫായിട്ട് വേണം കളിക്കാൻ. റിസ്കി ആയിട്ടൊന്നും കളിക്കരുത്. അതുപോലെ റിസ്ക് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളിലൊന്നും കയറി ചാടരുത്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെയാണ് പിക്ചേഴ്സ് നോക്കൂ. ഇതിൽ പിക്ചേഴ്സിൽ സേഫും അൺസേഫും നമ്മൾ കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? വൺ ബോയ് ഈസ് സ്വിങ്ങിങ്, ഊഞ്ഞാലാടുന്നു. ഒരു ഗേള് ഇതാ വീഴാൻ പോകുന്നുണ്ട് അല്ലേ? ഊഞ്ഞാലാടുമ്പോൾ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരാൾ ഊഞ്ഞാലാടുമ്പോൾ അതിൻ്റെ മുമ്പിൽ പോയിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, സോ അതിൻ്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ആടി വരുമ്പോൾ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് പിക്ചർ നോക്കൂ. ഇതിൽ ടു ഗേൾസ് ആർ പ്ലേയിങ് seesaw and these two boys are playing football. ഇതിലെന്തെങ്കിലും അൺസേഫായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നോ, ദിസ് ഈസ് എ സേഫ് സിറ്റുവേഷൻ, സേഫ് ആക്ഷൻ. ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. സോ ദിസ് ഈസ് എ സേഫ് സിറ്റുവേഷൻ. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. വൺ ബോയ് ഈസ് സ്ലൈഡിങ്. ഇത് എന്താണിത് സാധനം? യെസ്, സ്ലൈഡാണ് അല്ലേ? സ്ലൈഡിൽ ഇങ്ങനെ ഉരുതി വരുന്നുണ്ട്. See this boy is not doing like this, he is doing some other action. കണ്ടോ, ഇതിൻ്റെ തലകീഴായിട്ട് മറിഞ്ഞ് കിടക്കുകയാണ്, മറിഞ്ഞ് ഇങ്ങനെ കളിക്കുകയാണ്. സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. വിഷയം നിങ്ങൾ താഴെ വീണ് മുറിവ് പറ്റി പിന്നെ ഒരിക്കലും പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പാർക്കിലോ പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. Next, see the last picture in this activity. One girl and boy is fighting for the football. So ഒരു ബോളിന് വേണ്ടി രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. Is this safe? ഇങ്ങനെ പിടിയും വലിയും ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ടുപേരും വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ വീഴും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എപ്പോഴും നമ്മളുടെ ടോയ്സും അതുപോലെ ബോളാണെങ്കിലും എന്താണെങ്കിലും ഷെയർ ചെയ്ത് കളിക്കുക. അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് കളിക്കരുത്. ഓക്കെ, ഫൈറ്റ് ചെയ്താൽ നിങ്ങൾ തന്നെയാണ് വീഴുക. സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ആക്ടിവിറ്റി 4.2. നെക്സ്റ്റ് നോക്കൂ, അൺസേഫ് സിറ്റുവേഷൻസ് അറ്റ് സ്കൂൾ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് unsafe situations or actions at school and draw a cross on the pictures. So observe these pictures. 6 pictures കൊടുത്തിട്ടുണ്ട് at a school. So what is in the first picture? First picture നോക്കൂ. This is a classroom. So in this classroom many children are sitting quietly, but some naughty boys, they are running around the class. ക്ലാസ്സിൽ ഇങ്ങനെ ഓടി കളിക്കുകയാണ് അല്ലേ? Is it safe or unsafe?
ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കളിച്ചാൽ എന്താ സംഭവിക്കുക? ബെഞ്ചിലൊക്കെ തട്ടി ബ്ലഡ് വരാൻ സാധ്യതയുണ്ട് അല്ലേ? സോ യു മേ ഗോട്ട് ഇഞ്ചുറി വെൻ യു ആർ റണ്ണിങ് അറൗണ്ട് ദ ക്ലാസ് ലൈക്ക് ദിസ്. സോ യു ഷുഡ് സിറ്റ് ലൈക്ക് ദിസ്. ഈ കുട്ടികളെ പോലെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്, ഇതുപോലെ ഓടാൻ പാടില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. നെക്സ്റ്റ് നോക്കൂ, സെക്കൻഡ് പിക്ചർ. ദിസ് സ്മോൾ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് ഷാർപ്പ് സിസേഴ്സ്. സിസറും കൊണ്ട് കളിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് സേഫ് ഓർ അൺസേഫ്? യെസ്, ഇറ്റ് ഈസ് അൺസേഫ് സിറ്റുവേഷൻ. നെക്സ്റ്റ് സി തേർഡ് പിക്ചർ. 3 children are climbing down the steps. അല്ലേ, സ്റ്റെപ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി വരുമ്പോൾ എന്താ, അതാ ഈ കുട്ടി വീഴാൻ പോകുന്നു അല്ലേ, ഈ കുട്ടി വീഴാൻ പോകുന്നു, ഈ കുട്ടിയാണെങ്കിൽ ഓടി വരുന്നു. ദീസ് ആർ ഓൾ അൺസേഫ് സിറ്റുവേഷൻ. ഇവിടുന്ന് സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നത് പതിവ് കാഴ്ചയാണല്ലേ നമ്മുടെ സ്കൂളിൽ. സ്റ്റെപ്പിൽ നിന്ന് വീണ് മുറിവ് പറ്റാറുണ്ട്. ബാക്കിൽ നിന്ന് ഓടി വരുന്ന ആൾ ഫ്രണ്ടിലുള്ള ആളെ പുഷ് ചെയ്ത് താഴെ വീഴ്ത്തിയിടുന്നതുണ്ട്. സ്റ്റെയർ കേസിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു നല്ല ഡിസിപ്ലിൻഡ് മാനറിൽ വേണം ഇറങ്ങാൻ. ഓക്കെ, സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. See the next picture. These students are going in a disciplined way to the class. This is a safe situation. Safe ആണ്, ഇങ്ങനെയാണ് പോകേണ്ടത്. See next picture. It's a school bus. നോക്കൂ, സ്കൂൾ ബസ്സിൽ കയറേണ്ടത് ഇങ്ങനെയാണ് അല്ലേ. നല്ല നീറ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവർ കയറാൻ പോകുന്നത് ഈ കുട്ടികൾ. So this is a safe condition, safe situation, safe action. അല്ലേ, last picture of this activity. See what this boy is doing. This boy is going to write on the board by climbing to the desk. ഡെസ്കിൽ കയറിയിട്ടാണ് ബോർഡിൽ എഴുതാൻ പോകുന്നത്. ഡെസ്കിൽ കയറി ബോർഡിൽ എഴുതാൻ, ബോർഡ് എത്താത്ത സ്ഥലമാണ്, അവിടെയാണ് ഇങ്ങനെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ആ കുട്ടി ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ ദിസ് ഈസ് ആൻ അൺസേഫ് സിറ്റുവേഷൻ. സോ യു ഷുഡ് നോട്ട് ഡു ദിസ്. സോ ചിൽഡ്രൻ, ദീസ് ആർ ദ സേഫ് ആൻഡ് അൺസേഫ് സിറ്റുവേഷൻസ് അറ്റ് പ്ലേഗ്രൗണ്ട് ആൻഡ് സ്കൂൾ. So children, we have learned how to be safe at home, playground and school in this new chapter, isn't it? And we have done the activities 4.1, 4.2 and 4.3. And what do you understand from these activities? You children have to be very safe in these situations. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ ന്യൂ activity regarding this safety. Okay, so meet you soon. Take care. Bye.